നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ദുരിതങ്ങൾക്കിടെ ഇസ്ലാമോഫോബിയ ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതായി ആശങ്ക നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിൽ ഈ ഫേക്ക് അക്കൗണ്ടുകൾ വഴിയടക്കം വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചരണങ്ങളാണ് നടന്നു വന്നിരുന്നത്. BJP MP തേജസ്വിനി സൂര്യ അറബ് സ്ത്രീകളെ അപമാനിച്ച് ട്വീറ്റ് ചെയ്തത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലെ പ്രമുഖർ കടുത്ത മുന്നറിയിപ്പുമായി രംഗത്ത് വന്നതും ഇന്ത്യക്ക് വലിയ ക്ഷീണം തന്നെയായിരുന്നു ഉണ്ടാക്കിയത്. സാഹചര്യം വഷളാക്കുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇടപെട്ടതും വലിയ നിർണായകമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. സോഷ്യൽ മീഡിയയിലെ ഈ വിദ്വേഷ പ്രചരണം ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ ബാധിക്കുന്നത് മാത്രമല്ലെന്നും വിഷയം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ബാധിച്ചേക്കാമെന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അടക്കം വന്ന് ഇടപെട്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയനുസരിച്ച് സമൂഹ മാധ്യമങ്ങൾ കൂടി ഇസ്ലാമോഫോബിയ പരത്തിയതിന് UAE-യിൽ 3 ഇന്ത്യക്കാർക്കെതിരെ കടുത്ത നടപടി എടുത്തിരിക്കുകയാണ്. ദുബായിലെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ ഷെഫായ റാവത്ത് റോഹിത്, ഷാർജയിലെ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായ സച്ചിൻ കിന്നിഗോളി, കമ്പനി പേര് വെളുത്താത്ത ക്യാഷർ എന്നിവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും നിയമ നടപടിക്കായി പോലീസിന് കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ഇതുപോലെ ജോലി നഷ്ടമാവുകയും നിയമ നടപടിക്ക് വിധേയരാകേണ്ടി വന്നിട്ടുണ്ടെന്നത് വാസ്തവമാണ്. അച്ചടക്ക ലംഘനത്തെ തുടർന്ന് ഷെഫ് റാവത്ത് റോഹിതിനെ പിരിച്ചുവിട്ടതായും ഇയാൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചതായും ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ശൃംഖല നടത്തുന്ന അസാധ്യ ഗ്രൂപ്പ് വക്താവ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജോലിക്ക് വരേണ്ടതില്ല എന്നാണ് സച്ചിൻ കിനിഗോളിയെ അറിയിച്ചതായി ന്യൂമിക് ഓട്ടോമോഷൻ കമ്പനി ഉടമയും അറിയിച്ചത്. കൂടാതെ ഇയാളുടെ ശമ്പളം കമ്പനി പിടിച്ചുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മതപരമായ വിവേചനം പ്രകടിപ്പിക്കുന്നവരെ തങ്ങൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് ഈ കമ്പനി വ്യക്തമാക്കിയത്. വിശാൽ താക്കൂർ എന്ന പേരിലാണ് മൂന്നാമതവൻ ഫേസ്ബുക്കിലൂടെ ഇസ്ലാമിനെതിരെ പോസ്റ്റുകൾ ഇടുന്നതെന്നാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രാൻസ് ഗാർഡ് ഗ്രൂപ്പ് അറിയിച്ചത്. കമ്പനി നടത്തിയ അന്വേഷണത്തിൽ വിശാൽ താക്കൂർ തങ്ങളുടെ ജീവനക്കാരനാണെന്ന് കണ്ടെത്തുകയും ഇയാളെ ദുബായ് പോലീസിന് കൈമാറുകയും ചെയ്തു. പിഴ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ, നാടുകടത്തൽ തുടങ്ങിയ അച്ചടക്ക നടപടികളാണ് UAE സൈബർ നിയമം അനുസരിച്ച് ഈ കുറ്റക്കാർക്കെതിരെ സ്വീകരിക്കുകയെന്ന് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. അതേസമയം ട്രാൻസ് ഗാർഡ് ജീവനക്കാർ എന്ന് അവകാശപ്പെട്ട പ്രശാന്ത് കുമാർ എന്നയാൾ ട്വിറ്ററിലൂടെ മത അഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട് എന്നതും ഇയാൾക്ക് കമ്പനിയുമായി യാതൊരു ബന്ധമില്ല എന്നും അറിയിച്ചിട്ടുമുണ്ട്. അടുത്ത കാലത്ത് ഇത്തരത്തിൽ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചതിന് ഗൾഫ് നാടുകളിൽ ഒട്ടേറെ ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് UAE-യിലെ ഇന്ത്യൻ സ്ഥാനപതി ഇത്തരം പ്രവണതകളിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുകയും ഉണ്ടായി. ഗൾഫിലെയും മറ്റ് രാജ്യങ്ങളിലെയും സ്ഥാനപതിമാരും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. COVID-19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയ വളർത്താനുള്ള നീക്കങ്ങൾക്കെതിരെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ പ്രതിഷേധം അറിയിച്ചതും വലിയ വാർത്ത തന്നെയായിരുന്നു. OIC-യുടെ മനുഷ്യാവകാശ വിഭാഗമായ IPHRC ആണ് പ്രതിഷേധമെന്ന് അറിയിച്ചത്. COVID-19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ മാധ്യമങ്ങൾ മോശം രീതിയിൽ മുസ്ലിങ്ങളെ ചിത്രീകരിക്കുകയാണെന്നും ഇവർക്കെതിരെ വിവേചനവും അതിക്രമങ്ങളും ഉയർന്നുണ്ടെന്നും OIC അറിയിക്കുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഇസ്ലാമിക രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ മോദി സർക്കാർ കോവിഡിനെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ വിഭജനം സൃഷ്ടിക്കുവാൻ ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച എഴുത്തുകാരിയായ അരുന്ധതി റോയ് രംഗത്തെത്തിയതും വളരെ ശ്രദ്ധ നേടിയിരുന്നു. ജർമ്മൻ ചാനലായ DWTV-ക്ക് വേണ്ടി നൽകിയ അഭിമുഖത്തിലായിരുന്നു അരുന്ധതി റോയ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.